കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന് മുന്നിൽ നമസ്കരിക്കുന്നു. നമ്മുടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം ധ്യാന ശ്ലോകങ്ങളാണ്. നമുക്ക് ഞാൻ ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലാം. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശ്ലോകങ്ങൾ നമുക്ക് ഓരോരുത്തരായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് ചൊല്ലി നോക്കാം. എന്നാൽ ഷെയർ ചെയ്യാമേ. കാണാമോ? ധ്യാന ശ്ലോകങ്ങൾ കാണാമോ? ഓക്കെ. കൃഷ്ണ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിദം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഡോജ്വലത്കൗസ്തുഭം त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. केयूराङ्गदकङ्कणोत्तममहारत्नाङ्गुलीयाङ्गिद श्रीमद्बाहुचतुष्कसङ्गतगदा शङ्खारिपङ्गेरुहाम् काञ्चित् काञ्चन काञ्जिलाञ्जिदलसत् पीताम्बरालम्बिनीम् आलम्बे विमलाम्बुजद्युदिपदाम् मूर्तिं तवार्तिच्छिदम्. पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः. चरन्तो ये भक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान् मन्ये समधिगत सर्वाभिलषितान्. विधूय क्लेशान् मे कुरु चरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमपि च ते पूजनविधौ.
भवन्मूर्त्यालोके नयनम् अध ते पादतुलसीपदे घ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रीहरये नमः गोपिका जीवनस्मरणं गोविन्द गोविन्द കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് ബാക്കി അടുത്ത ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമമൃതസ്യന്ദസന്തോഹമന്ദഃ സിഞ്ജത് സഞ്ജിന്ദകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. അതിൻ്റെ പദം പിരിച്ചിട്ടുള്ളത് ചൊല്ലിത്തരാമേ. തത് തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീല നിലയനം അമൃത സ്യന്ദ സന്തോഹം അന്തഃ സിഞ്ജത് സഞ്ചിന്തകാനാം വപുഹു അനുകലയേ മാരുതാകാരനാഥ. ഒരു വട്ടം കൂടെ ചൊല്ലാം. തത് തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീല നിലയനം അമൃതസ്യന്ദ സന്തോഹം അന്തഃ സിഞ്ജത് സഞ്ചിന്തകാനാം വപുഹു അനുകലയേ മാരുതാകാരനാഥ. നമുക്ക് ഓരോ വരിയായിട്ട് ചൊല്ലാം. ആദ്യത്തെ വരി തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. രണ്ടാമത്തെ ലൈനിലേക്ക് പോവാം. ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. മൂന്നാമത്തെ ലൈൻ. ലക്ഷ്മീ നിശങ്കലീല നിലയനമമൃതസ്യന്ദസന്തോഹമന്ദഃ ലക്ഷ്മീ നിശങ്കലീല നിലയനമമൃതസ്യന്ദസന്തോഹമന്ദഃ ലക്ഷ്മീ നിശങ്കലീല നിലയനമമൃതസ്യന്ദ സന്തോഹമന്ദഃ. ലാസ്റ്റ് ലൈനിലേക്ക് പോവാം. സിഞ്ജത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ സിഞ്ജത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ സിഞ്ജത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഏഴാമത്തെ ശ്ലോകം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം
इत्येवं पूर्वमालोचितमजित मया नैवमद्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रम् नेत्रैः श्रोत्रैश्च पीत्वा പരമരസസുധാംഭോധിപൂരേ രമേരൻ. ആ പദം പിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനെ നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇദം ത്വത് വപുഃ ചിത് രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ പരമരസസുധാംബോധി പൂരേ രമേരൻ. ഒരു വട്ടം കൂടെ ചൊല്ലാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനെ നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇദം ത്വത് വപുഃ ചിത് രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ പരമരസസുധാംബോധി പൂരേ രമേരൻ. നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. രണ്ടാമത്തെ ലൈൻ. ഇത്യേവം പൂർവമാലോചിതം അജിതമയാ നൈവം അദ്യാഭിജാനേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആലോചിതം അജിതാണ്, അല്ല മജിത എന്നുള്ള ഒരു ഉച്ചാരണം വരാതെ സൂക്ഷിച്ചാൽ മതി. ആലോചിതം അജിത. അതുപോലെ മയാ നൈവം അദ്യാഭിജാനയാണ്, അല്ലാതെ മദ്യാഭിജാനേന്ന് കേൾക്കാത്ത രീതിയിൽ ചൊല്ലുക. അതായത് അദ്യാഭിജാനെ. അപ്പോൾ ഒന്നുകൂടെ ചൊല്ലാം. ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. അത് ചേർത്ത് തന്നെ ചൊല്ലിയാലും കുഴപ്പമില്ല, പക്ഷെ ആ മദ്യാഭിജാനെന്ന് കേൾക്കാത്ത രീതിയിൽ അദ്യാഭിജാനെ എന്ന് കേൾക്കുന്ന രീതിയിൽ ചൊല്ലിയാൽ മതി. ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. മൂന്നാമത്തെ വരി. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 8ാമത്തെ ശ്ലോകം. ഇത് ധ്യാന ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ ശ്ലോകമാണ്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി
अर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाटीद्रुममभिलषति വ്യർത്ഥമർത്ഥിവ്രജോയം. പദം പിരിക്കുന്നത് നമ്രാണാം സന്നിധത്സേ സതതം അപി പുരഃ തൈഃ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലഃ പാരിജാതഃ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. ഒരു വട്ടം കൂടി ചൊല്ലാം. നമ്രാണാം സന്നിധത്സേ സതതം അപി പുരഃ തൈഃ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലഃ പാരിജാതഃ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. ആദ്യത്തെ ലൈന് നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി. രണ്ടാമത്തെ ലൈന് അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. മൂന്നാമത്തെ ലൈന് ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം. ലാസ്റ്റ് ലൈന് ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 9ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പദേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോ അപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീദഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പദം പിരിക്കുന്നത് കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മദഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശത്തെ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം
त्वयि उच्चैः आरमन्ति प्रतिपदमधुरे चेतनाः स्फीतभाग्याः त्वं च आत्मा राम एव इति അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഒന്നുകൂടെ ചൊല്ലാം. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മദഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശത്തെ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം. त्वयि उच्चैः आरमन्ति प्रतिपदमधुरे चेतनाः स्फीतभाग्याः त्वं च आत्मा राम एव इति അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഓരോ ലൈനായിട്ട് നോക്കാം. ആദ്യത്തെ ലൈൻ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത്. സെക്കൻഡ് ലൈന്. ഐശ്വര്യാദീശദേനേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. അവിടെ സ്വാത്മനഃ അപി ഈശ്വരഃ എന്നാണ്. അപ്പം ഈശ്വര എന്ന് കേൾക്കാത്ത രീതിയിൽ ആ സൗണ്ടും കൂടെ വന്നാൽ നല്ലതായിരിക്കും. ഐശ്വര്യാദീശതേനേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ഐശ്വര്യാദീശതേനേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतनास्फीतभाग्याः. त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतनास्फीतभाग्याः. त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतनास्फीतभाग्याः. लास्ट लाइन. त्वं चात्मा राम एवेत्यतुलगुणगणाधार शौर्ये नमस्ते. त्वं चात्मा राम एवेत्यतुलगुणगणाधार शौर्ये नमस्ते. त्वं चात्मा राम एवेत्यतुलगुणगणाधार शौर्ये नमस्ते. ലാസ്റ്റ് നമുക്ക് ഒരു ശ്ലോകം കൂടെ ഉണ്ട് ഈ ദശകത്തിൽ. അതോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്താ. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. പദം പിരിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വ തേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിമലം അപി യശഃ നിസ്പൃഹൈഃ ച ഉപഗീതം. അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിദ് അസി ന ക്വാപി തേ സംഗവാർത്താ. തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയോസി. ഒരു വട്ടം കൂടെ ചൊല്ലാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വ തേജോഹരാണാം തേജഃ സംഹാരി വീര്യം
വിമലം അപി യശഃ നിസ്പൃഹൈഃ ച ഉപഗീതം. അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിദ് അസി ന ക്വാപി തേ സംഗവാർത്ത. തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയോസി. ആദ്യത്തെ ലൈൻ നോക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. സെക്കൻഡ് ലൈൻ. തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അടുത്ത ലൈന്. അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത. അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത. അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത. ലാസ്റ്റ് ലൈന്. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഒന്നാമത്തെ ദശകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.